ആർപ്പിൻ്റെ അല്ലെങ്കിൽ ഷൗട്ടിംഗ് ടൈം, ദൈവത്തെ അത്യുച്ചത്തിൽ ആരാധിക്കുന്ന ഒരു വർഷമാണ് ദൈവം നമുക്ക് കൊടുത്തിട്ടുള്ളത്. ഹല്ലേലൂയ. ആർപ്പിൻ്റെ ജയധ്വനി നമ്മുടെ സഭകളിലും നാം കടന്നു പോകുന്ന നമ്മുടെ ഭവനങ്ങളിലും മുഴങ്ങിക്കേൾക്കണം ഈ ദിവസങ്ങളിൽ. ഹല്ലേലൂയ. അതിനു വേണ്ടിയാണ് നാം ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. ഇവിടുന്ന് പ്രാപിച്ച ആ അഭിഷേകം, ഇവിടുന്ന് പ്രാപിച്ച ആ ശക്തി നിന്റെ സഭയിലെ, നിന്റെ ഭവനത്തിലെ ഹല്ലേലൂയ നീ കൊണ്ടുപോയി അവിടെയും ജയഘോഷത്തിന്റെ ധ്വനികൾ, ആർപ്പിന്റെ ധ്വനികൾ ഇട്ട് പ്രേക്ഷ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് നിങ്ങൾക്ക് കൃപ ചെയ്യുമാറാകട്ടെ. ഹല്ലേലൂയ. ഒന്ന് രണ്ട് കാര്യങ്ങൾ അതിനോടുള്ള ബന്ധത്തിൽ ഓർപ്പിച്ചിട്ട് കർത്താവിൻ്റെ വചനത്തിലേക്ക് നാം പ്രവേശിക്കുവാനായിട്ട് പോകുകയാണല്ലോ. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. 126 സങ്കീർത്തനം 5 വാക്യം നാം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്, കണ്ണിനീരോടെ, നമുക്കെല്ലാവർക്കും ചേർന്നൊന്ന് പറഞ്ഞാട്ടെ, കണ്ണിനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും. ഒരു പ്രാവശ്യം കൂടെ, കണ്ണിനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും. ആ വാക്യത്തെ ഒന്ന് ശ്രദ്ധിച്ച് പഠിച്ചാൽ അവിടെ ഒരു ജയാളിയായ ഒരു മനുഷ്യനെ കാണുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. ആ വാക്യം ഒന്ന് ശ്രദ്ധിച്ചാൽ ജയാളിയായിരിക്കുന്ന ഒരു മനുഷ്യനെ നമുക്ക് അവിടെ കാണുവാൻ കഴിയും. എന്തുകൊണ്ട് അവൻ ജയാളി എന്ന് പറയുവാൻ കാരണം, അവൻ കൊയ്തെടുത്തതുകൊണ്ട്, അവന്റെ കൈ നിറയെ ലഭിച്ചതുകൊണ്ട്, അവൻ കൊയ്തെടുത്ത് തിരിച്ചു വരുന്നത് കൊണ്ട് അവനെ ഞാൻ ജയാളി എന്ന് പറയുകയാണ്. കാരണം അവൻ ജയാളി എന്ന് പറയുവാൻ കാരണമുണ്ട്. ആ വാക്യത്തെ തന്നെ പറയുന്നു, അവന്റെ വായിൽ ആർപ്പുണ്ടായിരുന്നു, അവന്റെ വായിൽ സ്തുതി ഉണ്ടായിരുന്നു, അവന്റെ വായിൽ ആരാധനയുണ്ടായിരുന്നു. ഇന്ന് പകൽക്കാലം ജയാളിയായിരിക്കുന്നവരുടെ വായിൽ സ്തുതിയുണ്ട്. ഇന്ന് പകൽക്കാലം ജയിക്കുന്നവരുടെ വായിൽ ആരാധനയുണ്ട്. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ജയിക്കുന്നവരുടെ കയ്യിൽ കൊയ്ത്തുമായിട്ടാണ് അവർ കടന്നു വരുന്നത്. ആർപ്പിന്റെ ശബ്ദം എന്ന് പറയുമ്പോൾ അത് ജയിച്ചവന്റെ ശബ്ദമാണ്. ഹല്ലേലൂയ. ആർപ്പിന്റെ ശബ്ദം എന്ന് പറയുമ്പോൾ തോറ്റവന്റെ ശബ്ദമല്ല, ജയിച്ചവന്റെ ശബ്ദം. ഹല്ലേലൂയ. ജയിച്ചവന്റെ ശബ്ദമാണ് ആർപ്പിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. സ്തോത്രം. ആർപ്പ് അവന്റെ അധരത്തിലുണ്ടായിരുന്നു, കൊയ്തെടുത്തത് അവന്റെ കയ്യിലുണ്ടായിരുന്നതോ. അതുകൊണ്ടാണ് ഞാൻ അവനെ ജയാളി എന്ന് വിളിക്കുവാൻ കാരണം. ഒന്നും കൂടെ വചനത്തെ ആഴമായി പഠിച്ചാൽ ഈ ആർപ്പിന്റെ പിന്നിൽ, ഈ ജയത്തിന്റെ പിന്നിൽ ഒരു പ്രത്യേക സാഹചര്യം കടന്നുപോയി. അവിടെ വായിക്കുന്ന ഇങ്ങനെയാണ്, കണ്ണിനീരോടെ വിതച്ചവൻ, കണ്ണിനീരോടെ കടന്നുപോയവൻ, കണ്ണുനീരിന്റെ താഴ്വരൂടെ കടന്നുപോയവനെ പ്രൈസലന്റെ ദൈവം വിജാളിയായി മാറ്റി ഹല്ലേലൂയ കൊയ്തെടുക്കുവാൻ അവനെ പ്രാപ്തിപ്പെടുത്തി. പ്രൈസലോട് ദേശത്തിൽ അവനായിരിക്കുന്ന മണ്ഡലത്തിൽ ജയത്തോടെ നിർത്തുവാൻ എന്റെ ദൈവം ശക്തനാണ്. Blessed be the name. ഹല്ലേലൂയ. ആർപ്പിന്റെ പിന്നിൽ, ജയത്തിന്റെ പിന്നിൽ വേറൊരു ജീവിതമുണ്ടായിരുന്നു. കണ്ണുനീരിന്റെ ഒരു ജീവിതം, കഷ്ടതയുടെ ഒരു ജീവിതം. Praise the Lord. കണ്ണുനീരോടെ വിതച്ച ചില ദിവസങ്ങൾ ഉണ്ടായിരുന്നു. ആ ദിവസത്തിന്റെ ഫലമാണ് 2024 നീ അനുഭവിക്കാൻ പോകുന്നത്. അത് ആർപ്പിന്റെ ദിവസങ്ങളായിരിക്കും, അത് കൊയ്ത്തിന്റെ ദിവസങ്ങളായിരിക്കും. ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി ദൈവദാസന്മാരോട് വിളിച്ചു പറയുകയാണ്, കണ്ണുനീരോടെ നീ വിതച്ചിട്ടുണ്ടോ? നിന്റെ കണ്ണുനീര്, നീ ആയിരിക്കുന്ന ഫീൽഡിൽ നിന്റെ കണ്ണുനീര് വീണിട്ടുണ്ടോ?
അങ്ങനെയാണെങ്കിൽ പരിശുദ്ധാത്മാവ് വ്യക്തമായി നിന്നോട് ദൂത് വിളിച്ചു പറയുന്നു, ഈ വർഷം കൊയ്ത്തിന്റെ വർഷമാണ്, ഈ വർഷം ജയത്തിന്റെ വർഷമാണ്, ഈ വർഷം നിന്നെ ഉയർത്തുന്ന വർഷമാണ്. എപ്പോൾ എനിക്ക് കൊയ്യാൻ പറ്റും, എപ്പോൾ എനിക്കൊരു 100 മേനി ലഭിക്കും, എപ്പോൾ എനിക്കൊരു ജയാളിയായി മാറുവാൻ പറ്റുമെന്ന് പലപ്പോഴും കണ്ണീരോടെ പ്രാർത്ഥിച്ച ദൈവദാസന്റെ കുടുംബമേ, ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് ദൂതറിയിക്കുന്നു. കണ്ണീര് വീണിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. അവിടെ നിന്നെ മാനിക്കുന്നൊരു ദൈവമുണ്ട്. എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയാം. 2000 വർഷത്തിലെ ഹാലിൽ ഞാൻ ആയിരിക്കുന്ന മണ്ഡലത്തിലെ എന്നെ അയച്ച ഫീൽഡിലേക്ക് ഞാൻ കടന്നുപോയി. 2001 വരെ അവിടെ ഞാൻ കർത്താവിൻ്റെ വേല ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു മനുഷ്യനെ പോലെ എനിക്ക് ലഭിച്ചില്ല. ഹല്ലേലൂയ. എന്നാൽ പ്രൈസ് ദി ലോർഡ്, പിന്നെയും ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ അവിടെ നിർത്തി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അവിടെ ഹല്ലേലൂയ കർത്താവിൻ്റെ ആത്മാവ് എന്നെ നിർത്തി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെ വിതയ്ക്കുവാൻ പറഞ്ഞു. കണ്ണുനീരോടെ വിതച്ചപ്പോൾ ഞാൻ ആയിരുന്ന ഫീൽഡിലെ, ഞാൻ ആയിരുന്ന മണ്ഡലത്തിലെ എൻ്റെ കർത്താവിനെ ജയാളിയായി നിർത്തുവാൻ പ്രൈസ് ദി ലോർഡ് ഇടയാക്കിയത് ഓർത്ത് നന്ദിയോടെ ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ദൈവാത്മാവിൽ ഞാൻ ദൂത് നിങ്ങൾക്ക് കൈമാറുന്നു. പോകരുത്, വിട്ടുപോകരുത്. നീ കണ്ണീരൊഴുക്കിയ സ്ഥലമാണത്. നിന്റെ കണ്ണീരിന്റെ ഭർത്താവ് അത് മറുത്തരമായി ഈ 2024 നിനക്കൊരു വലിയ കൊയ്ത്ത് വെച്ചിട്ടുണ്ട്, നിനക്കൊരു വലിയ ജയം നൽകി തരുന്നുണ്ട്. അതുകൊണ്ട് ഹല്ലേലൂയ, നിർത്തി പോകരുത്. നിന്റെ മനസ്സിനെ പിടിച്ചു കെട്ടുന്ന ആ ദുഷ്ട ശക്തികളെ യേശുവിന്റെ നാമത്തിൽ ശാസിച്ച് ഇന്ന് പകൽക്കാലം ജയമെടുക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് ബുദ്ധി വിദേശിക്കുകയാണ്. നീ കണ്ണീരോട് വിതച്ചിട്ടുണ്ടെങ്കിൽ, അല്ല നീ മുട്ടുകളിൽ ഇരുന്ന് കണ്ണീർ ഒഴുക്കിയിട്ടുണ്ടെങ്കിൽ, ദൈവ പൈതലേ, ഹല്ലേലൂയ, ദൈവദാസനെ ഇന്ന് പകൽക്കാലം വിളിച്ചു പറയട്ടെ, നിനക്കൊരു കൊയ്ത്തുണ്ട്, നിനക്കൊരു ജയമുണ്ട്. Praise the Lord. ഹല്ലേലൂയ. ഓരോ വിത്തും എടുത്ത് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ, ആ വിത്ത് നീ നിലത്തിടുമ്പോൾ ആ വിത്തിന്റെ മുകളിൽ നിന്റെ കണ്ണുനീർ വീണിട്ടുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ആ വിത്ത് ആ മണ്ണിലേക്ക് നിന്റെ കണ്ണുനീരോടുകൂടെ വീണിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം വിളിച്ചു പറയട്ടെ, പ്രൈസ് ദി ലോർഡ്, കാറ്റ കൊയ്യുവാൻ ഒരു കൊയ്ത്ത് ദൈവം ശേഷിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ വർഷത്തിന്റെ പേരാണ് 2024. ഈ 2024 ആരംഭം നിന്റെ ജീവിതത്തിൽ ഒരു വലിയ കൊയ്ത്ത് നീ കാണുവാൻ പോകുകയാണ്. ജീസസ്, പ്രൈസ് ദി ലോർഡ്. ഒന്നും കൂടെ ഞാൻ ആഴമായി പറയട്ടെ. ഹല്ലേലൂയ. ദൈവത്തെ ആരാധിക്കാൻ വന്നിരിക്കുന്ന ദൈവജനമേ, 2023 ജീസസ്, നീ ഏത് വിഷയത്തിന്മേലാണ് കണ്ണീരൊഴുക്കിയത്? നീ ഏത് വിഷയത്തിന്മേലാണ് കണ്ണീരൊഴുക്കി കരഞ്ഞത്? ദൈവത്തോട് പ്രാർത്ഥിച്ചത് 2024 ഉത്തരമായി കർത്താവ് വന്നിട്ടുണ്ട്. എത്ര പേർ വിശ്വസിക്കുന്നു? ആ കരങ്ങളോട്ടി കർത്താവിനൊന്ന് മഹത്വപ്പെടുത്തിയാട്ടെ, ശതമുയർത്തി മഹത്വപ്പെടുത്തിയാട്ടെ. കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യുന്ന, നിന്നെ ജയാളിയായി നിർത്തുന്ന ദിവസമാണ് ഈ 2024. അതുകൊണ്ട് വിളിച്ചു പറയട്ടെ, നിന്റെ വായിൽ ഇപ്പോൾ ഹല്ലേലൂയ സങ്കടത്തിന്റെയും ദുഃഖത്തിന്റെയും നഷ്ടത്തിന്റെയും വാക്കുകളാണെങ്കിൽ അത് മാറ്റി എഴുതിക്കോ. ആർപ്പിന്റെ ശബ്ദം ഇന്ന് നിന്റെ വായിൽ തന്ന് നിന്നെ അയക്കുവാൻ ദൈവം ശക്ത. Praise the Lord. Hallelujah. Hallelujah. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ എല്ലാ കണ്ണൊരു നിമിഷം അടച്ചാട്ടെ. നാം ദൈവവചനം ശ്രവിക്കുവാൻ